കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ AC മൊയ്തീൻ്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. MLA ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വച്ച് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സാനു കെ സജീവ് ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള AC മൊയ്തീൻ, അതായത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള AC മൊയ്തീൻ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നടത്തിയിട്ടുള്ള മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. അതായത് ഈ MLA ഓഫീസിന് തൊട്ട് മുന്നിൽ ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഇത്തരത്തിൽ ആദ്യം ജലപീരങ്കി പ്രയോഗിക്കാൻ, തുടർന്ന് പ്രവർത്തകർക്ക് പ്രകോപനവുമായി പ്രവർത്തകർക്കിടയിലേക്ക് ഇരച്ചെത്തിയ പോലീസ് ഇവരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ആത്മവീര്യം അടിച്ചു തകർക്കാനായിട്ട് നോക്കിയാൽ നടക്കില്ലെന്നാണ് BJP പ്രവർത്തകർ, അതേപോലെ BJP നേതാക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നത്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് AC മൊയ്തീനും അതേപോലെ തന്നെ MM വർഗീസും K രാധാകൃഷ്ണൻ MD അടക്കമുള്ളവർ പ്രതിപട്ടികയിൽ പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ കൃത്യമായി മറുപടി പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ മറുപടി ഇല്ലാത്ത CPM പോലീസിനെ ഉപയോഗിച്ച് ഈ ജനവികാരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും BJP ആരോപിച്ചു. ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിലൊരു മാർച്ച് നടന്നത്. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ മുൻ മന്ത്രി AC മൊയ്തീൻ്റെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. MLA ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.